സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശ്രീ ഇന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണത്തിനാണ് ശ്രീ ഇന്ന് മറുപടി പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ, അതായത് പണ്ട് ഇവിടെ വിശ്വാസിയായിരുന്ന ഒരു വ്യക്തി 2-3 ചാനലുകളിലൊക്കെ വന്നിരുന്ന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതായത് അത് ഗുരു ആദിസങ്കല്പത്തിൽ ലയിക്കുന്നതിന് മുൻപ് ഗുരു ശരീരത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ വന്ന ആളാണ്, വളരെ പണ്ട് ഉള്ള ഒരു ആൾ. അപ്പോൾ പുള്ളി പറയുന്നത്, പുള്ളി ഇവിടെ വന്ന് എല്ലാം പ്രവർത്തിച്ചു, അങ്ങനെ എല്ലാം സമർപ്പിച്ചൊക്കെ ജീവിച്ചിട്ട് പുള്ളിയുടെ സ്വത്തും ആരോഗ്യവും അങ്ങനെ എല്ലാം പുള്ളിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പുള്ളി ആ വീഡിയോയിലിരുന്ന് പറയുന്നത്. അങ്ങനെ പുള്ളി ഇവിടുന്ന് പോയിട്ട് പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു ഓൺലൈനിലും ഫേസ്ബുക്കിലൊക്കെ പരിചയപ്പെട്ട മറ്റൊരു ഗുരുവിൻ്റെ അടുത്ത് പുള്ളി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പുള്ളി പറഞ്ഞ പുള്ളിക്ക് ചില യോഗ വിദ്യകളിലൂടെ, എന്തെങ്കിലുമൊക്കെ ഒരു മെഡിറ്റേഷൻ്റെ ഒക്കെ ചില വശങ്ങളിലൂടെ പുള്ളിക്ക് ചില അനുഭൂതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ പുള്ളിയുടെ എല്ലാ പ്രശ്നങ്ങളും പുള്ളിക്ക് സോൾവ് ആയെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോ നമ്മുടെ ഗുരുവിനെ തന്നെയാണ് ഇദ്ദേഹം ഇപ്പൊ പറയുന്നത്. പിന്നെ ആശ്രമത്തിന്റെ പേരൊന്നും എടുത്ത് പറഞ്ഞ് അദ്ദേഹം അപമാനിക്കുന്നില്ല എന്നതൊഴിച്ചാൽ ഇത് വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമല്ലേ. ഇപ്പോ ശ്രീ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിനെ കുറിച്ച്, അതായത് ആധ്യാത്മികമായി ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ജീവിതം എങ്ങനെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാം, നല്ല ഒരു ജീവിതം നമുക്ക് എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് യഥാർത്ഥത്തിൽ ഈ ചാനലിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ഇതിങ്ങനെ പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ അഭിമന്യ ശിഷ്യപൂജിതയെ കുറിച്ച് പറയുന്നതിനാണ് നമ്മളിപ്പോൾ മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് നമ്മുടെ ശിഷ്യപൂജിതയല്ല പറയുന്നത്, നമ്മുടെ ഗുരുവിനെ തന്നെയാണ് അയാൾ ഇത്രയും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീ എന്തായാലും ഇതിനൊരു മറുപടി കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ശ്രീക്ക് എന്ത് തോന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഇതിന് എന്തായിരിക്കും കാരണം, അല്ലെങ്കിൽ ഇത് എവിടെയാണ് അയാൾക്ക് പെശകിയത്? അല്ലാതെ നമ്മുടെ ഗുരു സ്ഥാപിച്ച ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്, ഇതിന്റെ മഹത്വം എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ഇതിന്റെ അനുഭവം, ഇത്രയും വലിയ ഒരു ഗുരു പരമ്പര എന്ന് പറയാം, ലോകത്തിന് മുഴുവനും മാതൃകയാകുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതെന്ന് യഥാർത്ഥത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അത് അറിയാവുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള നമ്മുടെ ഈ പരമ്പരയെ കുറിച്ച് ഇതുപോലെ ഒരാളിരുന്ന് ഇത്രയും മോശമായിട്ട് പറയാന്ന് പറഞ്ഞാൽ നമ്മളതൊരു ഗൗരവമായിട്ട് കാണേണ്ട കാര്യമാണല്ലോ. അപ്പോ ശ്രീ അതിനെന്താണ് ശ്രീ അതിനൊരു വിശദീകരണം കൊടുക്കാൻ നമുക്ക് കഴിയുക? സദ്ഗുരുവേ ശരണം. ഇപ്പോൾ ഈ ആധ്യാത്മിക ജീവിതത്തിൽ അല്ലെങ്കിൽ ആശ്രമ സ്വഭാവത്തിലൊക്കെ പരിണമിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ പരാതികൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ നമ്മുടെ ഈ അൺകോൺഷ്യസ് തലങ്ങളിൽ നിന്ന് ചില കർമ്മഗതികൾ നമ്മൾ ഉണർച്ചയ്ക്കും നമ്മുടെ വളർച്ചയ്ക്കും ഒക്കെ അനുസരിച്ച് ഇങ്ങനെ ഇളകി വരുമ്പോൾ